മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. വളരെ അർത്ഥവത്തായ ഒരു കത്ത് ഇന്നലത്തെ പത്രത്തിൽ വരികയുണ്ടായി. SNDPയെ കുറിച്ചുള്ള ഒരു കത്താണ്. ആ കത്ത് എനിക്ക് വളരെ രസകരമായിട്ട് തോന്നി. ആ കത്ത് എല്ലാ ഹൈന്ദവ സംഘടനകളിലെയും ഭാരവാഹികളും പ്രവർത്തകരും വായിച്ചിരിക്കേണ്ട ഒരു കത്താണ്. വളരെ നന്നായിട്ട് തോന്നിയതുകൊണ്ട് അത് വായിച്ചിട്ട് അതിനെക്കുറിച്ചൊരു കമന്റ് കൂടി പറയാനാണ് ഞാൻ ഈ കത്ത് വായിക്കുന്നത്. ശ്രീനാരായണ ഗുരുവും SNDPയും എന്ന തലക്കെട്ടില് മത്രങ്കോട്ട് അശോകൻ കുന്നംകുളം, പ്രസിദ്ധനായിട്ടുള്ളൊരു വ്യക്തിയൊന്നുമല്ല. ഈ കത്ത് ദുരുദ്ദേശത്തോടുകൂടി എഴുതിയതുമല്ല. അദ്ദേഹം എഴുതിയതിൽ കുറേ വസ്തുതകൾ ഇങ്ങനൊരു കത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരെ അറിയിക്കാൻ എനിക്കൊരവസരം കിട്ടുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ കത്ത് വായിക്കുന്നത്. ശ്രീനാരായണ ഗുരുവിന്റെ അനുഗ്രഹാശിസുകളോടെ 1903 സമാരംഭിച്ച ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം SNDP ഇപ്പോഴും സജീവമാണെന്നത് ശുഭോദർക്കമാണ്. പക്ഷേ ശ്രീനാരായണ ഗുരു മുന്നോട്ട് വെച്ച പുരോഗമനപരവും മനുഷ്യത്വപരവുമായ മാറ്റങ്ങൾക്കായി SNDP മതിയായ ശുഷ്കാന്തിയും ജാഗ്രതയും പുലർത്തി കാണുന്നില്ല. മൈക്രോ ഫിനാൻസ് എന്ന സാമ്പത്തിക പദ്ധതിയിൽ ആകർഷിക്കപ്പെട്ട SNDPയുമായി ബന്ധപ്പെട്ട സ്ത്രീകൾ ഒട്ടനേകമാണ്. പുരോഗമനപരമായിട്ടുള്ള ആശയങ്ങൾ SNDP പ്രാവർത്തികമാക്കി കാണുന്നില്ല എന്നുള്ളത് 100% തെറ്റാണ്. എത്ര വിദ്യാലയങ്ങളാണ് SNDPയോ അല്ലെങ്കിൽ ഈഴവ സമുദായത്തിന്റെയോ നേതൃത്വത്തിൽ കേരളത്തിലുള്ളത്? ചിന്തിക്കാൻ സാധിക്കുന്നതിലപ്പുറത്തുള്ള കോളേജുകള് ശ്രീനാരായണ പ്രസ്ഥാനവുമായിട്ട് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ബന്ധപ്പെട്ടവരുടെ ഉണ്ട്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവിൻ എന്ന ഏറ്റവും പുരോഗമന ആശയം നടപ്പാക്കിയത് SNDPയിലെ പ്രവർത്തകരാണ്, SNDPയാണ്. അതുപോലെ സംഘടന കൊണ്ട് ശക്തരാകുവിൻ എന്ന ഏറ്റവും പുരോഗമനപരമായ ആശയം SNDPയെ പോലെ നടപ്പാക്കിയ ലോകത്തിലെ ഒരു സംഘടന ഉണ്ടാവില്ല. 100 കണക്കിന് SNDP യോഗങ്ങളിൽ പങ്കെടുക്കാൻ ഭാഗ്യം കിട്ടിയ ഈഴവനല്ലാത്ത ഡോക്ടർ ഗോപാലകൃഷ്ണന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അത്രയും സംഘടനാപരമായിട്ടുള്ള അടുക്കും ചിട്ടയോടുകൂടിയ പ്രവർത്തനം അവരുടെ സ്ത്രീകളുടെ വിഭാഗം, യുവാക്കളുടെ വിഭാഗം, പൂജാരിമാരുടെ വിഭാഗം, യൂത്ത് വിങ്, ഇങ്ങനെ എല്ലാ തരത്തിലും സംഘടന കൊണ്ട് ശക്തരാകുവാൻ ശ്രമിച്ച് 100% വിജയിച്ച ലോകത്തിലെ ഒരു സംഘടന ഇത്രയും കിട്ടുറപ്പുള്ളത്, സ്പ്ലിറ്റ് ചെയ്യാതെ അപസ്വരങ്ങളുള്ള കുറച്ചുപേര് പുറത്തുണ്ടെങ്കിലും അവർക്ക് പോലും ഈ സംഘടനയുടെ ശക്തി കണ്ട് തലകുനിക്കേണ്ടി വരുന്ന ലെവലിലുള്ള ഒരു വളർച്ച സംഘടന കൊണ്ട് ശക്തരാകുവിൻ എന്ന വാക്കിലും വാണിജ്യ വ്യവസായങ്ങൾ കൊണ്ട് സമ്പന്നരാകുവിൻ എന്ന വരിയില് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും മറ്റ് രാജ്യങ്ങളിലും നിരന്തരം പോകാൻ ഭാഗ്യം കിട്ടുന്ന വ്യക്തി എന്നുള്ള നിലയിലും കേരളത്തിന് പുറത്തും കേരളത്തിനകത്തും വിവിധ ഭാഗങ്ങളിൽ പോകാൻ ഭാഗ്യം കിട്ടുന്ന വ്യക്തി എന്നുള്ള നിലയിലും ഇന്ന് വാണിജ്യമായാലും വ്യവസായമായാലും ഏറ്റവും അധികം സ്വന്തം ജീവിതത്തിൽ പകർത്തി കാണിച്ച ഹൈന്ദവ സമുദായത്തിലെ വേറെ ഒരു വിഭാഗവുമില്ല SNDPക്കാരാണുള്ളത്. ഇത് ഈ ഒരു കത്തിന് മറുപടി എന്നുള്ള രീതിയിൽ പറയുകയല്ല. കഴിഞ്ഞ 10-15 വർഷമായിട്ട് നിരന്തരം ശ്രീനാരായണ ഗുരു പ്രസ്ഥാനങ്ങളുമായിട്ട് അഭേദ്യമായ രക്തബന്ധം പോലെയുള്ള മാനസിക ബന്ധം സ്ഥാപിക്കാൻ സാധിച്ച വ്യക്തി എന്നുള്ള നിലയിൽ കൊണ്ട് തന്നെ പറയുകയാണ്. വളരെ ഭംഗിയായിട്ട് മൈക്രോ ഫിനാൻസ് എന്ന സാമ്പത്തിക പദ്ധതിയിൽ ആകർഷിക്കപ്പെട്ട SNDPയുടെ ബന്ധപ്പെടുന്ന സ്ത്രീകൾ ഒട്ടനവധിയാണ്. അത് തന്നെ ഒരു പുരോഗമന ആശയമല്ലേ? എത്ര ഉജ്ജ്വലമായിട്ട് നടപ്പാക്കാൻ സാധിച്ചു. NSS അത് നടപ്പാക്കാൻ ശ്രമിച്ച് ഒരു കാരണവശാലും വിജയിച്ചില്ല. വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക. NSSന് എത്ര കോളേജുകൾ പുതിയതായിട്ടുണ്ട്, എത്ര സ്കൂളുകൾ പുതിയതായിട്ടുണ്ട്. ഉള്ളത് തന്നെ കൊണ്ടു നടക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞവരാണ് NSSകാര്. ഗൗഡ സരസ്വത ബ്രാഹ്മണരുടെ
കോളേജായിരുന്നു TD മെഡിക്കൽ കോളേജ്. തിരുമല ദേവസ്ഥാനം കോളേജ് എന്നാ പറയാം. അതിനകത്തുള്ള വഴക്ക് കാരണം സെക്രട്ടറി കൊണ്ടുപോയിട്ട് ഗവൺമെന്റിന് എഴുതി കൊടുത്തു ആലപ്പുഴ TD മെഡിക്കൽ കോളേജ്. പക്ഷെ വേറെ ഏത് സമുദായത്തിനാണ് ഇത്രയുമധികം സന്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്താൻ സാധിച്ചത്? സാമൂഹികമായി പിന്നാക്കം നിൽക്കുന്ന ഈ സ്ത്രീകൾക്ക് നാരായണ ഗുരുവിന്റെ ഉദ്ബോധനങ്ങൾ നൽകാൻ പ്രസ്ഥാനം ശ്രദ്ധിക്കാറില്ല. ഇത് 99.99% തെറ്റാണെന്നല്ല, 100% തെറ്റാണ്. എന്താ ഇങ്ങനെ എടുത്തു പറയാൻ കാരണം എന്ന് വെച്ചാല്, ദൈവദശകം എന്ന 10 വരി ഒരു പ്രാർത്ഥനയും സ്തുതിയും മന്ത്രതുല്യമായിട്ടുള്ളത് ചേർന്ന് കേരളം മുഴുവനും കേരളത്തിന് പുറത്തും ഞാൻ കുവൈറ്റിലും മറ്റ് സ്ഥലത്തും പോയിട്ട് ദൈവദശകത്തെക്കുറിച്ച് നാരായണ ഗുരുദേവന്റെ ആത്മീയ പ്രബോധനങ്ങളെക്കുറിച്ചും ഇന്ന് ഇടതുപക്ഷക്കാർ പറയുന്ന തരത്തിലുള്ള മതേതരത്വവാദിയൊന്നും അല്ല നാരായണ ഗുരുദേവൻ. നാരായണ ഗുരുദേവനെ ശരിക്ക് കുരിശിൽ തറച്ചത് ഈ കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ്, ഇവിടത്തെ കോൺഗ്രസുകാരും തന്നെയാണ് നാരായണ ഗുരുവിനെ ഇന്നത്തെ വികൃതമായ മതേതരവാദി എന്ന പേരില് ശരിക്ക് കുരിശിൽ തറച്ചത്. പ്രതീകാത്മകമായിട്ടല്ല, ശരിക്ക് കുരിശിൽ തറച്ചത്. ആ പ്രസ്ഥാനം സ്ത്രീകൾക്ക് വേണ്ടിയും യുവാക്കൾക്ക് വേണ്ടിയും അല്ലാത്തവർക്ക് വേണ്ടിയും ദൈവദശകത്തിന്റെ ആ പരമ്പര, നാരായണീയ ദർശനം, ശ്രീനാരായണ ദർശനം എന്ന് പറഞ്ഞ് 100 കണക്കിന് സെമിനാറുകൾ 2, 3, 4, 5 ദിവസം നീണ്ടു നിൽക്കുന്ന സെമിനാറുകളും പ്രഭാഷണങ്ങളും നടത്തിയവരാണ് SNDP-ക്കാര്. മാത്രമല്ല, ഈ വർഷം മുതൽക്കാണ് കർക്കിടക മാസം രാമായണ മാസവും ചിങ്ങമാസം നാരായണ മാസവുമായിട്ട് SNDP ആഘോഷിക്കുന്നത്. ചിങ്ങമാസത്തെ നാരായണ മാസം, ശ്രീനാരായണ ഗുരുദേവന്റെ ജന്മദിനം നടന്ന ചിങ്ങമാസത്തില് നാരായണ മാസം എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നതും ആചരിക്കുന്നതും അക്ഷരാർത്ഥത്തിൽ 100 കണക്കിന് ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചതും ആ ക്ഷേത്രങ്ങളിലൂടെ നിരന്തരം ധന്യമായ സന്ദേശങ്ങൾ കൊടുത്തതും SNDP-യാണ്. SNDP യൂണിയനുകളുടെയും ശാഖകളുടെയും മീറ്റിംഗുകളിൽ നാരായണ ഗുരുവിന്റെ പടം വെച്ച് പൂജിക്കുകയും ഭക്തി മന്ത്രങ്ങൾ ഉരുവിടുകയും ചെയ്യുന്നത് കാണാം. അതും ഒരു ഉജ്ജ്വലമായിട്ടുള്ള പരിപാടിയല്ലേ അത്? അതിലെന്താ കുറവുള്ളത്? ഇവിടെ NSSകാര് വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെ വെക്കാറുണ്ടോ? അതുപോലെ തന്നെ നാടാർമാര് വൈകുണ്ഠസ്വാമിയുടെ വെക്കാറുണ്ടോ? ഇവിടെ യോഗക്ഷേമ സഭക്കാര് ചിലര് ശങ്കരാചാര്യരുടെ വെക്കുന്നുണ്ട് എന്നല്ലാതെ ബാക്കിയുള്ളവർ വെക്കാറുണ്ടോ? ഗുരുവിന്റെ ത്യാഗസുരഭിലമായ ജീവിതത്തെയും ആ മഹാനുഭാവന്റെ മൂല്യവത്തായ സന്ദേശങ്ങളും പരാമർശിക്കുക പോലും ചെയ്യാറില്ല. മീറ്റിംഗ് കൂടുന്നത് എന്തിനാണെന്ന് അനുസരിച്ചിട്ടല്ലേ ചർച്ചാ വിഷയം വരിക. എല്ലാ മീറ്റിംഗുകളും ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ചുള്ള ചർച്ച ചെയ്യാനുള്ളതാണെങ്കിൽ അത് വെറും ഒരു ആത്മീയ പ്രസ്ഥാനമായി മാറില്ലേ? അത് സാമ്പത്തികവും സാമൂഹികവുമായ ഒരു പ്രസ്ഥാനം കൂടിയല്ലേ? അതുകൊണ്ട് ആവശ്യമുള്ള സമയത്ത് നാരായണ ഗുരുദേവന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അറിവുള്ളവരെ, അവർ നമ്പൂതിരി ആയാലും സവർണനായാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും വിളിച്ച് നല്ല പ്രഭാഷണങ്ങൾ നടത്തിക്കുന്നത് കേരളമെമ്പാടും നടക്കുന്നത് ഒരുപക്ഷെ മത്രംകോട്ട അശോകൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീനാരായണ ഗുരുവിനെ ആൾദൈവമായി പൊക്കി കാണിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. എന്താ ഈ ആൾദൈവം എന്ന് പറഞ്ഞാൽ? മരിച്ചതിന് ശേഷം സെയിന്റായിട്ട് പ്രഖ്യാപിക്കുന്നതാണോ? അതും ആൾദൈവമല്ലേ? മരിക്കുന്നത് വരെ അയാൾ ഭ്രാന്തനും മറ്റു പലതുമാണ്. അതേസമയത്ത് 10,40,000 പേരെ കൊന്ന സെയിന്റ് ഫ്രാൻസിസ് സേവിയറെ